അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയനായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ അൻവർക്ക, ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട സീതി ഡോക്ടർ, വേദിയിലിരിക്കുന്ന പേരൻസ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഒരു പേരൻസ് എന്നുള്ള രൂപത്തിൽ ഇവിടെ നിൽക്കുമ്പോൾ വലിയ സന്തോഷവും അതിലേറെ അഭിമാനവുമുണ്ട്. കാരണം അൽഫിത്ര എന്ന് പറയുമ്പോൾ ആ അറബി വാക്കിൻ്റെ അർത്ഥം തന്നെ ജന്മവാസന, പ്രാകൃതം എന്നൊക്കെ അർത്ഥം വരാറുണ്ട്. നമ്മളുടെ കുട്ടികളുടെ ജന്മനാലുള്ള കഴിവുകളെയും ഇൻബോണായിട്ടുള്ള കഴിവുകൾ അതിനപ്പുറത്തേക്ക് ട്രെയിനിങ്ങിലൂടെ അവരുടെ കലാവാസനകളെ പുറത്തെടുക്കുവാനുള്ള ഒരവസരം കൂടിയാണ് ഇത്തരത്തിലുള്ള വേദികൾ ഒരുക്കുന്നത്. ഈ അൽഫിത്രയുടെ ചരിത്രമെടുത്ത് നോക്കുമ്പോൾ ഇതിന് തുടക്കം കുറിക്കുന്നത് ഈജിപ്തിലാണ്. കേരളത്തിലെ മതബൗദ്ധിക വിദ്യാഭ്യാസ സമന്വയത്തിന് തുടക്കം കുറിച്ചത് യഥാർത്ഥത്തിൽ ഇസ്ലാമിക് പ്രീ സ്കൂളുകളുടെ വരവോട് കൂടിയിട്ടാണ്. അതിലാദ്യത്തെ ഒരു സ്ഥാപനം എന്ന് പറയുന്നത് അൽഫിത്രയാണ്. എന്നാൽ മുസ്ലിം സമുദായത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് ഇന്ന് പല രൂപത്തിലുള്ള ഇസ്ലാമിക് പ്രീ സ്കൂളുകളും കേരളത്തിലുടനീളം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അൽബിർ പോലത്തെ, തിബിയാൻ പോലത്തെ, ഹെവൻസ് പോലത്തെ പല വളരെ ഹെൽത്തി ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കോമ്പറ്റീഷൻസ് ഇന്ന് കേരളത്തിൽ ഉടനീളം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അൽഫിത്രയുടെ സിലബസ് നമ്മൾ എടുത്തു നോക്കുമ്പോൾ തീർത്തും കുട്ടികൾക്ക് തിയറിറ്റിക്കലായിട്ടുള്ള പഠനത്തോടൊപ്പം തന്നെ പ്രാക്ടിക്കലായിട്ട് അവർക്ക് ഇസ്ലാമിക നിയമങ്ങളെയും ഇസ്ലാമിക ചരിത്രത്തെയുമൊക്കെ കൃത്യമായിട്ട് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുവാൻ ഇതിൻ്റെ സിലബസ് ഉപകരിക്കുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഉള്ളൊരു കാര്യം. അതിൽപ്പെട്ടത് നിസ്കാരത്തിൻ്റെ കാര്യങ്ങളാവട്ടെ, എങ്ങനെയാണ് അവർ നിസ്കരിക്കേണ്ടത് എന്നുള്ളതിനുള്ള പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ കൂടി അൽഫിത്രയിൽ വിഭാവനം ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ പണ്ട് മദ്രസയിൽ പഠിച്ചിരുന്ന സമയത്ത് തിയറിറ്റിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാമായിരുന്നു. എങ്കിലും ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഫോളോ അപ്പ് എന്നുള്ള രൂപത്തിലുള്ള പഠനങ്ങൾ യാഥാർത്ഥ്യമാവുന്നത് യഥാർത്ഥത്തിൽ പ്രാക്ടിക്കലിലൂടെയാണ്, അനുഷ്ഠാനങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നതിലൂടെ. ഒരു കുട്ടി രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥന ഉദ്ധരിച്ചുകൊണ്ടാണ്, ചൊല്ലിക്കൊണ്ടാണ്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വ ഇലൈഹിൻ നുശൂർ എന്ന് പറഞ്ഞുകൊണ്ടാണ് കുട്ടിയുടെ പ്രഭാതം ആരംഭിക്കുന്നതിന്. അതിനുശേഷം നേരെ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നു. തുടർന്നുള്ള കാര്യങ്ങളിലെല്ലാം ഇത് ഇസ്ലാമികമായിട്ടുള്ള ചിട്ടകളെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുവാനും അനുധാവനം ചെയ്യുവാനും അൽഫിത്ര വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഒരു 2-3 വർഷത്തെ പഠനത്തിന് ശേഷം തുടർന്നും ഇതിനുള്ളൊരു മാർഗം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാവണമെന്നാണ്. അപ്പോഴാണ് നമ്മളുടെ കുട്ടികൾ യഥാർത്ഥത്തിൽ മതം പഠിക്കൽ വളരെ അനിവാര്യമാണ്. അതോടൊപ്പം തന്നെ ഭൗതികതയെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സിലബസുകളാണ് ഇവിടെ വിഭാവനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ രൂപത്തിലുള്ള ഒരു ഫോളോ അപ്പ് നടത്തുന്നതിന് വേണ്ടി തുടർന്ന് ഇവരുടെ ഖുർആൻ പഠിച്ച കാര്യങ്ങൾ തുടർന്നുള്ള ക്ലാസ്സുകളിലേക്ക് പോകുന്നതോടുകൂടിയിട്ട് കുട്ടികൾ ആ പഠിച്ച കാര്യങ്ങൾ മറക്കുന്നൊരവസ്ഥ വിശേഷം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് രക്ഷിതാക്കൾ വീണ്ടും അവരെ കൊണ്ട് പാരായണം ചെയ്യിപ്പിച്ചുകൊണ്ട് പ്രാക്ടിക്കലായിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിലൂടെ അത് കൃത്യമായിട്ട് അവരുടെ ലൈഫിലേക്ക് തുടർത്തുവാൻ വേണ്ടി സഹായിക്കും. അല്ലേ, നമ്മൾ സാധാരണ പ്രാർത്ഥിക്കാറുള്ള വിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ച പ്രാർത്ഥനയാണ് അല്ലേ, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പ്രാർത്ഥനയായിരുന്നു, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ദുന്യാവ് തരണമേ, അതോടൊപ്പം തന്നെ ആഖിറവും പ്രദാനം ചെയ്യണമേ. അപ്പോൾ ലിങ്ക്ഡ് എഡ്യൂക്കേഷനിലെ ഒരു പ്രാധാന്യത്തെ വിളിച്ചറിയിക്കുന്ന ഒരു വചനം കൂടിയാണ് വിശുദ്ധ ഖുർആനിലെ ഈ ഞാൻ മേൽ പറയപ്പെട്ടിട്ടുള്ള ഈ ഒരു ആയത്ത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിൽ അവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അവർക്കെല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകരോട് പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.